ആ ഗായ്സ് ദേ സാബുമാന്റെ ജനിച്ച വാടിയുള്ള ഫോട്ടോയാണ് ഗായ്സ്. കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? നീ തുണിയിലാണ്ടിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. നൂലുകെട്ടിനുള്ള ഫോട്ടോസ് അതൊക്കെ കാണിച്ചു തന്നു. സാറ്റിസ്ഫൈ. ഇതാണ് ഹെൽത്തി സ്നാക്സ്. Hey guys, this is Navin Capricious number 100 നാട്ടാങ്കേരി വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം സാബുമാൻ. അപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് സാബുമാന്റെ വീട്ടിലാണ്. ഇവരിവിടെ ആവശ്യമില്ലാത്ത കുറെ മരുന്നുകൾ എടുത്ത് വാങ്ങിച്ചു കഴിക്കുന്നു. ഇത് വെറും മരുന്നുകളൊന്നുമല്ല, ഇതൊന്ന് മൾട്ടി വിറ്റമിൻ, ഒന്ന് ഫിഷ് ഓയിൽ. ഇതാണ് എനിക്കും തരുവടാ മീനെണ്ണ. നീ ഇപ്പൊ ഒരു ദിവസം കഴിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. നീ ഇത് ശീലമാക്കാം. ഇത് ഇങ്ങനെ ജീവിക്കണക്കാട്ടി നല്ലത് വേറെ അവിടെ പോയിട്ട് ഉറങ്ങുന്നതാ. അപ്പൊ ഞാൻ സാബുമാന്റെ റൂമിലേക്ക് പോവാണ്. സാബുമാന്റെ റൂം കാണിച്ചതാ. വാട്ട്സ് ഇൻ സാബുമാൻസ് റൂം എന്നുള്ളൊരു സെഗ്മെന്റിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇവൻ ഇല്ലാതെ തന്നെ നമുക്ക് സാബുമാന്റെ റൂം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വാവ്, ഇത് എന്തുവാണ് ജിമ്മ. നൈസ് ഗായ്സ്. സാബുമാന്റെ റൂം അടിപൊളിയായിട്ടുണ്ട്. സാബുമാനുണ്ട്, ബാൽക്കണി ഉണ്ട്, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ആ ടി വി ഉണ്ട്, അപ്പൊ കൊള്ളാം. ഇവിടെ കട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഈ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, സീ യു ഗൈസ്. സാബുമാന്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ബൈ ദ ബൈ. എവിടെ ഫാമിലി ഫോട്ടോ? കണ്ടോ ഗൈസ്, സാബുമാന്റെ കോലം കണ്ടോ നിങ്ങൾ? ബേബി സാബുമാനെ കാണിച്ചു തരും. അപ്പോൾ ഗൈസ്, ബേബി സാബുമാനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ബേബി സാബുമാനെ കാണാൻ വേണ്ടിയിട്ട്. ഡോണ്ട് വരി, ഞാനല്ലേ ഉള്ളപ്പോൾ കാണിച്ചു തരാം. സാബുമാനെ, ബേബി സാബുമാനെ കാണാൻ വേണ്ടിയിട്ട് കൊതിയായിട്ടോ എനിക്ക്. ഇപ്പോഴും സാബുമാനെ ടോയ്സ് വെച്ച് കളിക്കാറുണ്ടോ? അപ്പം വളരെ നല്ലൊരു സത്യമാണ് ഞാൻ കണ്ടുപിടിച്ചേക്കുന്നത്. സാബുമാൻ, ബേബി സാബുമാൻ കണ്ടത്. ബേബി സാബുമാൻ, കിടക്കുന്ന ബേബി സാബുമാൻ. നിങ്ങളിത് കാണുന്നുണ്ടോ? അടുത്തത് യെസ്. ആറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ആണ്. ആ ഗായ്സ്, ദേ സാബുമാന്റെ ജനിച്ച വാടിയുള്ള ഫോട്ടോയാണ് ഗായ്സ്. കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? പോയി. ഇതാണ് സാബുമാൻ. ബേബി സാബുമാൻ. ടിഫിൻ ഉണ്ടല്ലേ, അപ്പൊ ആരെങ്കിലും ഫ്രണ്ട്സ് അനുസരിച്ച് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒന്നും പറയില്ല, പുള്ളി ഇവിടെ സങ്കടത്തില്ല. അത് എനിക്കുണ്ടോ പണ്ട് നേച്ചർ. പണ്ട് മുതലേ സാബുമാൻ വഴക്കാളി അല്ല ഫുഡിന്റെ കാര്യത്തില്ലേ ഗൈസ്. പണ്ട് മുതലേ അവന് ഇത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ ടോയ്സ് കാണിച്ചു തരാം. ടോയ്സ് കളക്ഷൻ കാണിച്ചു തരാം സാബുമാനെ ഗൈസ്. ഇപ്പോഴും ടോയ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സാബുമാനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് സാബുമാൻ്റെ ഫേവറേറ്റ് ടോയ്. ഇത് സാബുമാൻ്റെ അടുത്ത ഫേവറേറ്റ് ടോയ്. ബേബി ഫോട്ടോസ്. നീ തുണിയിലാണ്ടിരിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ആ നൂലുകെട്ടിനുള്ള ഫോട്ടോസ് അതൊക്കെ കാണിച്ചു തന്നു. ഞാൻ അത് കണ്ടിട്ടാണ് കുറെ കാലമായി. ഇപ്പോഴും ഉണ്ടടാ. നിന്റെ നൂലുകെട്ടിന്റെ ഫോട്ടോസ് വരെ ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട
അപ്പം ഞാനും സാബുവിൻ്റെ അനിയത്തിയും കൂടിയിട്ട് മേശപ്പുറത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം വെട്ടിക്കൂടിയിട്ട് ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സീ. ആദ്യം ചെറിയൊരു ബൗള് വേണം കേട്ടോ. ഒരു മീഡിയം ടൈപ്പ്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ. ഇവിടെ കിട്ടുന്ന സാബുവിൻ്റെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും എന്ത് ചെയ്യണം? അരിയണം. കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പം സാബുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തേക്കാം. എന്നിട്ട് ഇതേപോലെ അരിയുക. ഇങ്ങനെ അരിഞ്ഞ് പ്രത്യേകിച്ച് വിശപ്പൊന്നും ഇല്ല, എന്നാലും കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹമല്ലേ, കയ്യിൽ നിന്ന് വെറുതെ ഇരിക്കുന്നില്ല എനിക്ക്. ഗൈസ് ഓക്കെ, താങ്ക് യു ആൻറ്റി. അപ്പം നമ്മൾ ആപ്പിളാണ് എടുത്തേക്കുന്നത്. ആപ്പിൾ എന്ന് പറയുന്നത് ഇതിനൊരു വലിയ കഥയുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇത് പിങ്ക് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഓൾസോ ആപ്പിളിനൊക്കെ ഭയങ്കര വില കൂടുതലായതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ് വരുത്തിക്കുന്നത്. ആപ്പിള് മുറിച്ചിട്ടു. ഞാനൊരു വലിയ സംഭവം തന്നെയല്ലേ. ഇപ്പം ഇത്രയും വലിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുറിക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ എന്താ വേണ്ടത്? പഴം വേണം. പഴം ഓക്കെ. ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത ഒരു അരിയാനായിട്ട് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കളത്തരായിരിക്കും. അരിയാന്ന് വെച്ചാൽ അരിയാം, പക്ഷെ എനിക്ക് കൂടുതലും അതൊക്കെ കൈ മുറിക്കല്ലേ. സാറ്റിസ്ഫൈ വേണ്ട മതി ഇത്രയും മതി. നമുക്ക് ചെയ്യാനായിട്ടുള്ളത് വെറുതെ അല്ല, അത് തണുക്കാതിരുന്നു. ഓക്കെ, യു വെൽക്കം. ഇനി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ട് കമർത്തുക. സെറ്റാവണ്ട, ഇതൊക്കെ മതിയോ? സാറ്റിസ്ഫൈ. ഇതാണ് ഹെൽത്തി സ്നാക്സ്. കൂട്ടിക്കൊള്ളോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയുള്ളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ദിസ് ഇസ് നവിൻ Capricious Ambrose, Handa De Silva, Matankeri. See you next video.